വിളിക്കുക, വിളിച്ചു, വിളിക്കും. ക്ഷണിക്കുക, ക്ഷണിച്ചു, ക്ഷണിക്കും. സ്വീകരിക്കുക, സ്വീകരിച്ചു, സ്വീകരിക്കും. നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് യൂസ് ചെയ്യുക സെൻറ്റൻസിൽ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് പറയുന്നത് നമ്മൾ 2 സബ്ജക്ട്സിനെ യൂസ് ചെയ്യാം. ഐയും ഷീയും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഐയും ഷീയും വെച്ചിട്ട് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കും നോക്കാം, ഈ വേർബ്സ് വെച്ചിട്ട്. ഇപ്പോൾ ഫസ്റ്റ് വിളിക്കുക. വിളിക്കുക എന്നുള്ളത് എന്താ പറയുക? കോൾ എന്നാണ് നമ്മൾ പറയുക, അല്ലേ? കോൾ. അപ്പോൾ ഐൻ്റെ കൂടെ ആണെങ്കിൽ ഐ കോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഐ കോൾ ഹർ എവറി ഡേ, ഞാൻ എന്നും അവളെ വിളിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ ഷീ ആണ് വരുന്നതെങ്കിലോ, നമ്മളിപ്പോൾ ഹീ, ഷീ അല്ലെങ്കിൽ വേറെ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ കോൾ ആയതുകൊണ്ട് നമ്മൾ കോൾസ് എന്നാവും നമ്മൾ പറയുക. അപ്പോൾ ഷീ കോൾസ് എന്ന് വരും. അപ്പോൾ അവൾ എന്നും എന്നെ വിളിക്കാറുണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഷീ കോൾസ് മീ എവറി ഡേ എന്നാവും. ഓക്കെ, അപ്പോൾ ഐ കോൾ ഹർ എവറി ഡേ, ഷീ കോൾസ് മീ എവറി ഡേ. ഇനി അടുത്തത് വിളിച്ചു. വിളിച്ചു എന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞു, അല്ലേ? പാസ്റ്റ് ആണ്. അപ്പോൾ വിളിച്ചു എന്ന് നമ്മൾ പറയുന്നതിന് കോൾഡ് എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ കോൾഡ് നമ്മൾ ഇനിയിപ്പോൾ ഐ ആണെങ്കിലും ഷീ ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പാസ്റ്റ് ടെൻസ് സെയിം ആണ് എല്ലാത്തിനും യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇന്നലെ അവളെ വിളിച്ചു എന്ന് പറയുമ്പം ഐ കോൾഡ് ഹർ യെസ്റ്റർഡേ. ഇപ്പോൾ അവൾ ഇന്നലെ എന്നെ വിളിച്ചു എന്നാണെങ്കിലോ ഷീ കോൾഡ് മീ യെസ്റ്റർഡേ. ഓക്കെ, ഇനി വിളിക്കും. വിളിക്കും എന്നുള്ളത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം വിൽ കോൾ. ഇപ്പോൾ ഞാൻ നാളെ അവളെ വിളിക്കുന്നതാണെങ്കിൽ ഐ വിൽ കോൾ ഹർ ടുമോറോ. ഓക്കെ, ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ. ഐ വിൽ കോൾ ഹർ ടുമോറോ. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ക്ഷണിക്കുക. ക്ഷണിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ഇൻവൈറ്റ്. ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഐ ഇൻവൈറ്റ് ഹർ. ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ ആണെങ്കിൽ ഐ ഇൻവൈറ്റ് ഹർ ഫോർ മൈ പാർട്ടീസ്. ഞാൻ വെക്കുന്ന പാർട്ടികളിലൊക്കെ ഞാൻ അവളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഐ ഇൻവൈറ്റ് ഹർ ഫോർ മൈ പാർട്ടീസ്. ഇനിയിപ്പോൾ അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടെന്നാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യും. ഷീ ഇൻവൈറ്റ്സ് മീ ഫോർ ഹർ പാർട്ടീസ്. അവളുടെ പാർട്ടികൾക്കൊക്കെ അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ എസ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി ക്ഷണിച്ചു. ക്ഷണിച്ചു എന്നാണെങ്കിലോ, ക്ഷണിച്ചു എന്നാകുമ്പോൾ ഇൻവൈറ്റഡ്. ഇപ്പം ഞാൻ അവളെ പാർട്ടിക്ക് ക്ഷണിച്ചു എന്നാണെങ്കിൽ ഐ ഇൻവൈറ്റഡ് ഹർ ഫോർ മൈ പാർട്ടി. ഇപ്പം അവൾ എന്നെ ക്ഷണിച്ചു എന്നാണെങ്കിലോ ഷീ ഇൻവൈറ്റഡ് മീ ഫോർ ദ പാർട്ടി. ഓക്കെ, ഇനി ക്ഷണിക്കും. ക്ഷണിക്കും എന്നാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വില്ല് ആഡ് ചെയ്യേണ്ട ഇവിടെ, വിൽ ഇൻവൈറ്റ്. ഇപ്പം ഞാൻ അവളെ നാളെ പാർട്ടിക്ക് ക്ഷണിക്കും. നാളെ ക്ഷണിക്കാൻ പോകുന്നേ ഉള്ളൂ, ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഐ വിൽ ഇൻവൈറ്റ് ഹർ ഫോർ മൈ പാർട്ടി ടുമോറോ. ഞാൻ നാളെ ക്ഷണിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി അടുത്തത് സ്വീകരിക്കുക. അപ്പോൾ സ്വീകരിക്കുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ആക്സെപ്റ്റ്. ഓക്കെ, ആക്സെപ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഐൻ്റെ കൂടെ ആണെങ്കിൽ ഐ ആക്സെപ്റ്റ്. ഇനിയിപ്പം ഞാൻ അവളുടെ ക്ഷണം സ്വീകരിക്കാറുണ്ട്, അപ്പോൾ അവളെപ്പോൾ ക്ഷണിച്ചാലും സ്വീകരിക്കാറുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ഐ ആക്സെപ്റ്റ് ഹർ ഇൻവിറ്റേഷൻസ് ഓൾ ദ ടൈം. ഐ ആക്സെപ്റ്റ് ഹർ ഇൻവിറ്റേഷൻസ് ഓൾ ദ ടൈം. ഞാൻ എപ്പോഴും അവളുടെ ക്ഷണം സ്വീകരിക്കാറൊക്കെ ഉണ്ട്. ഇനിയിപ്പം അവൾ എൻ്റെ ക്ഷണം സ്വീകരിക്കാറുണ്ട് എന്നാണെങ്കിലോ ഷീ ആക്സെപ്റ്റ്സ് ആവും. ഓക്കെ, എസ് വരും അതിൻ്റെ കൂടെ. നമ്മൾ ഹീ ഷീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എസ് ആഡ് ചെയ്യും. എസ് അല്ലെങ്കിൽ ഇ എസ് വേർബിൻ്റെ കൂടെ ആഡ് ചെയ്യും, അല്ലേ? അപ്പോൾ ഷീ ആക്സെപ്റ്റ്സ് മൈ ഇൻവിറ്റേഷൻസ് ഓൾ ദ ടൈം. ഓക്കെ, അങ്ങനെ പറയാം. ഇനി അടുത്തത് സ്വീകരിച്ചു. സ്വീകരിച്ചു എന്ന് പറയുമ്പം പാസ്റ്റ് ടെൻസ് ആണല്ലേ, സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പം ആക്സെപ്റ്റഡ് എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ അവളുടെ ക്ഷണം സ്വീകരിച്ചു എന്നാണെങ്കിൽ ഐ ആക്സെപ്റ്റഡ് ഹർ ഇൻവിറ്റേഷൻ. ഇനിയിപ്പം അവൾ എൻ്റെ ക്ഷണം സ്വീകരിച്ചു എന്നാണെങ്കിൽ ഷീ ആക്സെപ്റ്റഡ് മൈ ഇൻവിറ്റേഷൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ആക്സെപ്റ്റഡ്. അടുത്തത് ഇപ്പോൾ സ്വീകരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ വിളിക്കും, ക്ഷണിക്കും, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഈ സ്വീകരിക്കും എന്നുള്ളതിന്
ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാമെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങളുടെ ആൻസർ കോമെൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. English Mithra. Stop worrying, start learning.